ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ വീട്ടിരിപ്പ് ചുരുക്കാ കേട്ടോ. എങ്ങോട്ടേലൊക്കെ പോവും. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നിപ്പോ പോകാനുള്ള തയ്യാറെടുപ്പാ. അതിനു മുമ്പ് ഞാൻ എന്റെ ബെൽറ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യുമായിരുന്നു. ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിന്റെ പുറത്തൂടെ ബെൽറ്റ് ഇടുന്നത്, എന്നിട്ട് വേറെണ്ണം കൂടി ഇടും. ശിവാനി അവിടെ നിപ്പുണ്ട്. ശിവാനിയോട് പറഞ്ഞു. ഹായ്, ഇത് വണ്ടി മേടിച്ചിട്ട് എന്റെ രണ്ടാമത്തെ യാത്ര കേട്ടോ. വാഗമണ് തന്നെയാ. ആദ്യം ഒന്ന് പോയിട്ട് പോകാൻ പറ്റാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കൂടെ ഒന്ന് കയറി ഇറങ്ങണം. അപ്പം വാഗമണ്ണൊക്കെ എത്ര പോയാലും അങ്ങനെ മടുക്കത്തില്ല കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയില്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മഴയും കൂടെ എന്തായാലും കാണും. ഒരു താറയില് ജെറ്റ് ഇട്ട് വരുന്നുണ്ട്. ഞാൻ അത് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ തവണ വണ്ടി നിർത്തിയ സ്ഥലം തന്നെ കേട്ടോ. നമ്മുടെ പാലാ കഴിഞ്ഞ് ഇരാറ്റുപേട്ട പോകുന്ന റൂട്ടിലാണ്. ഞാവൽപ്പഴമൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്ന സ്ഥലമില്ലേ, കിടപ്പുണ്ട് ഇഷ്ടം പോലെ. മൂത്രം ഒഴിക്കാനായിട്ട് നിർത്തിയതാ. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ. പിന്നെ ഞാൻ വണ്ടി നിർത്തിയത് ഈരാറ്റുപേട്ടയൊക്കെ കഴിഞ്ഞ കേട്ടോ. ഒരു സ്മാർട്ട് പോയിന്റ് കണ്ട്. അപ്പൊ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാലോ എന്ന് വെച്ച് കയറിയതാ. അവിടുന്ന് ഒരു സ്നിക്കേഴ്സും എടുത്തു, ഒരു വീറ്റ് ബ്രെഡും എടുത്തു. അപ്പം കഴിക്കാനുള്ളതായി. വേറെ അധികം അങ്ങനെ വാങ്ങാനും നിന്നില്ല കേട്ടോ. പിന്നെ ഒരു ഹൈപ്പോണന്റിന്റെ ഒരു ചൂയിങ് എടുത്തു, മറ്റേ നമ്മുടെ ഓർബിറ്റ് ഒക്കെ കൂട്ടത്തെ. പിന്നെ നേരെ അവിടുന്ന് വണ്ടി എടുത്തു. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് വണ്ടി ചവിട്ടിയതാ കേട്ടോ. വാഗമണ്ണ് കയറി ഏകദേശം അങ്ങ് മേളിൽ ചെന്നിട്ടാ പിന്നെ ചവിട്ടിയെ. അവിടെ അത്യാവശ്യം ഒരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ആനവണ്ടി ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് എങ്ങോട്ട് നോക്കിയാലും ഓരോ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അവിടെ നോക്കിയപ്പോഴും രണ്ടെണ്ണം ഞാൻ കണ്ട്, അങ്ങ് ദൂരെയായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ സൂം ചെയ്ത് നോക്കി. ഇതിന് അത്യാവശ്യം സൂമിങ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി ആ പോയിന്റിലാണ് ചെല്ലേണ്ടത്. അത് മെയിൻ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. വാഗമണ്ണ് പോകുന്ന മിക്ക ആളുകളും അവിടെ ചവിട്ടി അവിടുന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ ഞാൻ നേരെ അങ്ങോട്ടാ വിട്ടെ. പിന്നെ നേരെ മേളി വന്നു കേട്ടോ. അവിടെ കുറച്ചു നേരം ചവിട്ടി. തെളിഞ്ഞു കിടന്നുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. ദൂരെയൊക്കെ കാണായിരുന്നു. മേളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടോ, നല്ല രസമുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഞാൻ കുപ്പിയിൽ ഇച്ചിരി പിടിക്കണം എന്ന് ഓർത്താ. പക്ഷെ അങ്ങോട്ട് കയറി നിൽക്കണമെങ്കിൽ അവിടെ വെള്ളമാണ് ഫുള്ള്, ഷൂ ഫുള്ള്. അന്നേരം നനയ്ക്കാൻ തോന്നിയില്ല, അതാണ് ഇറങ്ങാൻ. ഞാൻ പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ചു, ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം. വിശന്നായിരുന്നു, അതാ മെയിനായിട്ട് ഐസ്ക്രീം മേടിച്ചത്. ബ്രെഡ് അവിടെ വെച്ച് എടുക്കാൻ പറ്റിയില്ല. ഈ അച്ഛനെ കണ്ടോ? ഈ അച്ഛൻ മറ്റേ കാറ്റാടിയും ചെറിയ കളിപ്പാട്ടമൊക്കെ വെക്കുക. ഞാനപ്പോൾ ശിവാനിക്കൊരു കാറ്റാടി മേടിച്ച അച്ഛൻ്റെ കയ്യിൽ നിന്ന്. ആ അച്ഛന് ചെറിയ കച്ചവടമൊക്കെ ഉണ്ട്, അതിൽ നടപ്പുണ്ട്. ഞാൻ പിന്നെ നേരെ പോയത് മുരുകന്മലയാണ്. മുരുകന്മലയും ഓപ്പോസിറ്റ് കുരിശുമലയും. കുരിശുമല ജസ്റ്റ് അതിലേക്കൊന്ന് പോയി കണ്ട് കയറാൻ നിന്നില്ല. മുരുകന്മലയായിരുന്നു എൻ്റെ ഫോക്കസ്. കുരിശുമലയൊക്കെ എപ്പോഴും പോകുന്നതല്ലേ, മുരുകന്മല കയറിയിട്ടില്ല. ഞാൻ നേരെ അങ്ങോട്ട് പോയി. ഈ പോക്കിലൊരു ട്വിസ്റ്റ് ഉണ്ട്. നല്ലൊരു പണി കിട്ടി. അതെന്തായാലും എന്നാ നോക്ക്. ഞാൻ കയറി മേളി വന്നപ്പോഴത്തേക്ക് വഴി അതല്ലായിരുന്നു. ആ മതിലിനപ്പുറത്താണ് മുരുകമലയ്ക്ക് പോകുന്ന വഴി. എനിക്കാരും പറഞ്ഞുതരാനും ഇല്ലായിരുന്നു. ഞാനൊട്ടത് ശ്രദ്ധിച്ചുമില്ല. ഞാൻ നേരെ ഇവിടെ വന്നു. പിന്നെ എന്നാ ചെയ്യാൻ, മതിലെടുത്ത് ചാടി. തിരിച്ചിറങ്ങിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൂരമുണ്ട്. പിന്നെ ഞാൻ കുന്നു മുഴുവൻ കയറി വരണം. ഞാൻ അതുകൊണ്ട് നേരെ ആ മതിലെടുത്ത് ചാടി. താഴോട്ടിറങ്ങി പോകുന്നതിലും ഭേദമല്ലേ. ആരും കണ്ടുമില്ല, ആരും ഒന്നും പറയാനുമില്ല അവിടെ. പിന്നെ ഞാൻ നേരെ മേപ്പോട്ട് കയറി. മേളിലോട്ട് അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആ. ആ മതിലെടുത്ത് ചാടിയത് നന്നായി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നടന്നു മടുത്തേനെ. കാരണം അത്യാവശ്യം നല്ല ദൂരമുണ്ട് മേളിലേക്ക്. വലിയൊരു മലയാ കേട്ടോ, നല്ല ഹൈറ്റുള്ള മലയാ. ഞാനങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടക്കുമായിരുന്നു. എന്തൊക്കെയോ കിളികളൊക്കെ കരയുന്ന കേൾക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിലുള്ള നടപ്പ്. മഴയൊക്കെ പെയ്ത് കിടന്നുകൊണ്ടേ കാട് പോലെ നല്ല രസമാണ്. ഇത്ര മേളിലൊക്കെ ഉണ്ട് അമ്പലം വെക്കുന്നത്. താഴെ വെച്ചാ പോരെ. കോട കയറി വരുന്നു. കുരിശുമലയൊക്കെ പയ്യെ മൂടും ഇപ്പം. അപ്പം അപ്പുറ സൈഡിൽ വെയില കണ്ടോ. ഇവിടെ കോട കയറി വരുന്നുണ്ട്. ഒത്തിരിയായി ഇങ്ങനെയൊക്കെ നടന്നിട്ടും കയറിയിട്ടും. അതുപോലെ ഇപ്പോൾ കാർഡിയോ ചെയ്ത് കുറവാണ്. കാർഡിയോ ചെയ്ത് ലെവലായിരുന്നെങ്കിൽ ഇപ്പം ഇത്രയും പാട് വിടുകയല്ലായിരുന്നു. താഴെ നല്ല കുഴി കേട്ടോ. നോക്കി നടന്നില്ലേ താഴെ ചെല്ലും. എനിക്കാണ് മയിരി ഇങ്ങനത്തെ വ്യൂ പേടിയാ. ഞാൻ ആ കുഴിയുടെ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. ഫോൺ മാത്രം അങ്ങോട്ട് ചെരിച്ചു പിടിച്ച് ക്യാമറ. ഷൂ ഒക്കെ ഒരു പരുവായിട്ടുണ്ട്. എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഇത് കാണാതെ പോകുന്നു എങ്ങനെ. ഞാനതുകൊണ്ട് ആ അരികെ ചേർന്ന് പോകുന്നില്ല. എനിക്ക് ഹൈറ്റ് പേടിയുണ്ട്. ഹൈറ്റ് പേടിയുള്ള കാര്യം മിക്കവർക്കും അറിയാം, കൂട്ടുകാർക്ക്. അപ്പം നമ്മൾ റിസ്ക് എടുത്ത് അതുവഴി പോയി കഴിഞ്ഞാൽ വള്ളിക്കിട്ട. ഞാൻ താഴോട്ട് നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുന്ന പോലെ തോന്നും.
ഇതിപ്പം കറക്റ്റ് നടുക്കൂടെ ഒരു പാസേജ് കേട്ടോ ഈ അമ്പലത്തിന്റെ. അപ്പുറം ഇപ്പുറം കുഴിയാ. അല്ലോ കുഴി കുഴി കുഴി. ഞാൻ അതിന്റെ സെന്ററിലെത്തി കേട്ടോ. ഇക്കാണുന്നതാണ് അമ്പലം. ചില വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ റിസ്ക് എടുക്കണം. ഇത് ഓൾറെഡി പലരും കാണിച്ചിട്ടുള്ളതാ, പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് വേറെ സംഭവമൊന്നുമില്ല. താഴെ ഒരു തടാകമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ മുരുകമലയിലെത്തി. ഇവിടെ നല്ല കോടയുണ്ട്. ഇതിനകത്ത് എത്രയും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് അമ്പലം. ഒരു മണിയുണ്ട്. വന്ന സ്ഥിതിക്ക് അടിച്ചേക്കാം, ഒന്നും തോന്നല്ലേ. അത്യാവശ്യം നല്ലപോലെ കോട ഉണ്ടായിരുന്നു കേട്ടോ. കോട ഇല്ലായിരുന്നെങ്കിൽ അങ്ങ് ദൂരെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയെന്നെ. ഇതാ മലയുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആട്ടോ. ദൂരെ കണ്ടില്ലേ, ഒരു തടാകമൊക്കെ കാണാം. അങ്ങ് കുറെ കെട്ടിടങ്ങളും റിസോർട്ടുകളും ഹോം സ്റ്റേ സെറ്റപ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ. കൂടെ ആരില്ലാത്തതുകൊണ്ട് ഫോൺ ഒരു കല്യാണ നാട്ടി വെച്ചേക്കുക. നല്ല കോടയുണ്ട് ഇവിടെ. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ തന്നെ ഉള്ളൂ, ആരുമില്ല ഇവിടെ. കണ്ടല്ലേ, ഇപ്പൊ തന്നെ ഇറങ്ങും കേട്ടോ. തന്നെ ഉള്ളതുകൊണ്ട് അധികം നേരം നിൽക്കുന്നില്ല. എനിക്ക് അറിയത്തില്ല ഇവിടെ ഒന്നും. ഞാൻ തിരിച്ചിറങ്ങും കേട്ടോ. കാരണം തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങാം. കയറി വന്നാൽ അത്ര എളുപ്പമല്ല. കയറി വരുമ്പോൾ നമുക്ക് അള്ളിപ്പിടിച്ചൊക്കെ കയറി വരാം. തിരിച്ചിറങ്ങുമ്പം നോക്കി ഇറങ്ങിയില്ലേ പെട്ടെന്ന് താഴെ ചെല്ലും. ഹർശ്രേഷവും പറയുന്ന പോലെ നമ്മൾ താഴെ വരുമ്പോൾ ജീവൻ മേളിൽ ചെല്ലും. ചില സ്ഥലത്തൂടെ ഞാൻ ഇരുന്ന് നിരങ്ങി ഇറങ്ങി വന്നു കേട്ടോ. കാരണം അത്രയും ചായ ഉണ്ടായിരുന്നു. ഈ വെള്ളം ഒഴുക്ക് കാരണമേ മണ്ണെല്ലാം ഒഴുകി ഭയങ്കര കുഴി പോലെ ആയി കിടക്കുക. മിക്കവരും ചോദിക്കുന്നുണ്ട് സോളോ പോകുന്നതാണോ ഇഷ്ടമെന്ന്. അതെ, സോളോ പോകുന്നതാണ് ഇഷ്ടം. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയേ പറയാം. മൂത്രം ഒഴിക്കാൻ മുട്ടിയാ തിരിച്ചിറങ്ങി വന്നേ. അതുപോലെ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. കയറ്റം കയറിയപ്പോ കുറെ വെള്ളം കുടിച്ചിട്ടാ കയറി പോയേ. ഞാൻ കുറച്ച് താഴേക്ക് ഇറങ്ങി പോന്നു കേട്ടോ. മുടിയെല്ലാം അലമ്പി ഒരു പരുവായി. സമയം 3 മണി കഴിഞ്ഞു. വിശക്കുന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്ന കഴിക്കാനെടുക്കാം. ഇത് ശിവാനിക്ക് മേടിച്ച കാറ്റാടി കേട്ടോ, ബ്രെഡ്. അപ്പം നമുക്ക് ബ്രെഡ് കഴിക്കാം. ഇപ്പുറത്തു നിന്നുള്ള വ്യൂ ആയത് കേട്ടോ. ഞാനിവിടെ ഒരു പാറപ്പുറത്താണ് കയറിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഏതാണ്ട് കിളിയൊക്കെ കരയുന്നുണ്ട്. കിളി തന്നെയാണോ? ബ്രെഡും മേടിച്ചോണ്ടാ പോകുന്നത് കേട്ടോ. വീറ്റ് ബ്രെഡാ. ഞാൻ അവിടെ ഇരുന്ന് ബ്രെഡൊക്കെ കഴിച്ചു, കുറെ വെള്ളമൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ട് പതുക്കെ അവിടെ ഇരുന്ന്. കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ പിന്നെ പോകുന്ന വഴി തങ്ങൾപ്പാറ ഉണ്ട്. അതിന്റെ മേളിൽ കൂടെ ഒത്തിരി പേര് നടപ്പുണ്ട് കേട്ടോ. തങ്ങൾപ്പാറ പോയിട്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ ഞാൻ നേരെ പോയത് മൊട്ടക്കുന്നിന്റെ അങ്ങോട്ടാ. അവിടെ മുമ്പോട്ട് പോയപ്പം പൈസ കൊടുക്കണ്ടാത്തൊരു മൊട്ടക്കുന്നുണ്ട്. അവിടെ കയറി കുറെ നേരം നിന്ന് അവിടെ നോക്കിയപ്പോ നല്ല വ്യൂ കിട്ടി കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങ് ദൂരെ കുറെ മലകളും ഒക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ മൊട്ടക്കുന്നിന്റെ മുകളിൽ ഞാൻ കുറച്ചു നേരം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ്. ഞാൻ കുറെ നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് പതുക്കെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടുന്ന് പോരുന്ന വഴി നേരെ മൊട്ടക്കുന്നിന്റെ ഫ്രണ്ടിലുള്ള ഒരു കടയിൽ കയറി നിവിക്ക് വേണ്ടി തേനെല്ലിക്ക മേടിച്ചു. അവൾക്ക് തേനെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അതും വാങ്ങി ഞാൻ നേരെ അവിടുന്ന് പോകുന്നു. പിന്നെ ഞാൻ ഒത്തിരി താഴെ വന്ന വണ്ടി നിർത്തിയത് കേട്ടോ. അതും ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു. ഒരു ചെറിയ വെള്ളച്ചാട്ടം. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയാണ്. അവിടെ കുറച്ച് പ്ലാസ്റ്റിക്കും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. മേളിൽ നിന്ന് വേസ്റ്റൊക്കെ ഒഴുകി വന്നതായിരിക്കും. അടുത്ത് തന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു തോട്ടത്തിനകത്തുനിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്നത്. മേളിലേക്ക് കുറേ ഉണ്ട് ആ വെള്ളച്ചാട്ടം. പാറയെടുക്കുണ്ട്. അങ്ങോട്ടൊന്നും അങ്ങനെ കയറാൻ പറ്റുകയില്ല, വഴുക്കല. നല്ല രസമുണ്ട്, ചെറുതാണേലും കാണാൻ. മഴയായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ വെള്ളച്ചാട്ടമുണ്ട്. ഞാനെന്നിട്ട് പതിയെ അവിടെ തിരിച്ചു കയറി. കൽപ്പടം ഉണ്ടായിരുന്നു, അതേ കൂടെ ഇറങ്ങുകയും കയറുകയും ചെയ്ത്. നോക്കിയാ പോയ കാടൊക്കെ അല്ലേ. വണ്ടി ആ റോഡ് സൈഡിൽ ഒതുക്കിയാ വെച്ചേ. പിന്നെ അവിടുന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ ഭരണങ്ങാനം വന്നപ്പോൾ നിർത്തിയേ. അൽഫോൺസാമേനെ അടക്കം ചെയ്ത പള്ളി ഒന്ന് കാണാനായിട്ട്.
ഇതിനു മുമ്പ് പലപ്പോഴും അതുവഴി പോയിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് അങ്ങനെ കയറിയിട്ടില്ല. ഇന്നെന്തായാലും സമയം കിട്ടി. ഞാൻ നേരെ വണ്ടി പള്ളിയുടെ പാർക്കിങ്ങിൽ വെച്ചിട്ട് പള്ളിയിലേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് വൈകുന്നേരം അവിടെ പള്ളിയിൽ എന്തൊക്കെയോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഞാനതൊന്ന് കാണാനായിട്ട് പോയതാണ്. ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് അത്യാവശ്യം ആളുകളുണ്ട്. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഷൂസ് അവിടെ ഊരിയിട്ടിട്ട് അങ്ങോട്ട് നീക്കി വെച്ചു. ഇതാണ് അൽഫോൻസാമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കേട്ടോ. എല്ലാവരും അവിടെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. പൂ വെച്ചേക്കുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വായിച്ചു. നമ്മളതങ്ങനെ എടുത്ത് നീക്കി വെക്കുന്ന മോശമല്ലേ, ഓരോരുത്തർ വെച്ചതായിരിക്കും. ഞാനങ്ങനെ കുറേ നേരം പള്ളിക്കകത്ത് നിന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പ്രത്യേക ഇതായിരുന്നു. ഭയങ്കര സൈലന്റ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമ്മയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, വലിയ കളർഫുള്ളായിട്ടുള്ള ഒരു ഇതിൽ. ഇത് ഈ പ്രദക്ഷിണത്തിനൊക്കെ പോകുമ്പം മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന സ്റ്റാൻഡ്, നല്ല ലൈറ്റ് പോലെ. ഞാൻ പിന്നെ അതുവഴി പള്ളിയുടെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് പതിയെ നടക്കുമായിരുന്നു. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പള്ളിവക എന്തോ സ്ഥാപനമോ, ഞാൻ അങ്ങോട്ടങ്ങനെ അധികം പോയില്ല. സമയം കുറവായിരുന്നു. തിരിച്ചു വന്നിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ ഒത്തിരി നിന്നില്ല. ഇത് ആ പള്ളിമുറ്റത്ത് കണ്ട കേട്ടോ, ഒരു പഴം ഒരു മരത്തേൽ കുറേ ഉണ്ടായി കിടപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഭക്ഷ്യയോഗ്യമല്ലെന്ന്. ഞാൻ ചുമ്മാ താഴെയൊക്കെ നോക്കി, വല്ല പൊഴിഞ്ഞു കിടപ്പുണ്ടോന്നൊന്നും കണ്ടില്ല. ചുമ്മാ ഒന്ന് എടുത്തു നോക്കാനായിട്ട്. ഇത് ഭരണങ്ങാനം പള്ളിയാണ് കേട്ടോ. തിരക്കുണ്ട് അത്യാവശ്യം. പള്ളിയിൽ എന്തോ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പള്ളിയുടെ അടുത്തേക്കാണ് പോയത്. ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് അതുവഴി അങ്ങ് നടന്നു പതിയെ. ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ ഇടിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ആളുണ്ടായിരുന്നു. എനിക്ക് ഈ പഴയ പള്ളികളും പള്ളിക്കകത്തെ പണികളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പഴയ അമ്പലങ്ങളെ ഞാൻ അങ്ങനെയുള്ള വീഡിയോസും പോയി എടുക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ പോയി എടുക്കാറുണ്ട്. അതിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പള്ളിക്കകത്ത് അച്ഛനുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വീട്ടിൽ വന്നിട്ട് ഒരു കല്യാണ പരിപാടിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ നേരെ വിട്ടു പോകുന്നു കേട്ടോ. ഇനി ബാ. തേനെല്ലിക്ക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. ഓക്കെ, ബൈ.